റീപോളിംഗ് പ്രഖ്യാപിച്ച പശ്ചിമബംഗാളിലെ ഫാൾട്ട മണ്ഡലത്തിൽ ഗുരുതര ക്രമക്കേടുകളെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ റിപ്പോർട്ട്. വ്യാജ വോട്ടർ ID ഉപയോഗിച്ച് വോട്ട് ചെയ്തു, താമരചിഹ്നം സ്റ്റിക്കർ ഒട്ടിച്ചു മറച്ചു, പോളിംഗ് ബൂത്തിൽ വോട്ടർമാരെ തടഞ്ഞു, CCTV ഫുട്ടേജുകൾ നഷ്ടമായി. ഇതൊക്കെയാണ് റിപ്പോർട്ടിലുള്ളത്. ക്രമക്കേടുകൾ കണ്ടെത്തിയതിന് പിന്നാലെയാണ് മണ്ഡലത്തിലെ വോട്ടെടുപ്പ് കമ്മീഷൻ റദ്ദാക്കിയത്. മെയ് 21 വോട്ടെടുപ്പും 24 ഫലപ്രഖ്യാപനവും നടക്കും. ഫാൾട്ട മണ്ഡലത്തിലെ ക്രമക്കേടുകളുടെ വിവരങ്ങളാണ്. അവിടെ താമരചിഹ്നം മറച്ചു എന്നുള്ളതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കണ്ടെത്തൽ. വളരെ നിർണായകമാണ്. ഒബ്സർവർമാർ കൃത്യമായത് റിപ്പോർട്ടിൽ സൂചിപ്പിച്ചിരുന്നു. ഫാൾട്ട മണ്ഡലത്തിൽ വീണ്ടും തെരഞ്ഞെടുപ്പ് നടക്കും. ഗുരുതരമായ ക്രമക്കേടാണ്. വോട്ടിംഗ് മെഷീനിലുള്ള താമരചിഹ്നം മറച്ചു എന്നുള്ളതാണ് ഫാൾട്ട മണ്ഡലത്തിലെ ഏറ്റവും വലിയ ക്രമക്കേട്. ID ഉപയോഗിച്ച് ധാരാളം കള്ളവോട്ടുകൾ നടത്തി എന്നുള്ളതാണ്. ഈ മാസം 21 ഫാൾട്ട മണ്ഡലത്തിൽ വീണ്ടും വോട്ടെടുപ്പ് നടത്താൻ നിശ്ചയിക്കുന്നു. 24 തീയതിയായിരിക്കും ഫലപ്രഖ്യാപനം ഉണ്ടാവുക. അതായത് 4 തീയതി വോട്ടെണ്ണുമ്പോൾ ഫാൾട്ട മണ്ഡലത്തിലെ വോട്ടെണ്ണൽ ഉണ്ടാവില്ല. അവിടെ വീണ്ടും പോളിംഗ് നടത്താൻ തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഗുരുതരമായ ക്രമക്കേടുകളാണ്. അതിനിടെ ബംഗാളിൽ വോട്ടെണ്ണലിൽ കർശന ജാഗ്രത വേണമെന്ന് പോളിംഗ് ഏജന്റുമാർക്ക് മമതയും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ആദിൽ പാലോട് ഞെട്ടിക്കുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ ബംഗാളിൽ നിന്ന് പുറത്തു വരുന്നത്. ഒരു മണ്ഡലത്തിലെ വോട്ടർമാർ പലരും കള്ളവോട്ട് ചെയ്തുവെന്നും അവിടെ താമരചിഹ്നം മറച്ചുവെന്നുമുള്ളതൊക്കെ റിപ്പോർട്ടിൽ പറയുന്നു. ആ മണ്ഡലത്തിലേക്ക് മാത്രമായി ഇപ്പോൾ വീണ്ടും പോളിംഗ് നടത്താൻ തീരുമാനിച്ചിരിക്കുന്നു. നാളത്തെ ദിവസം വളരെ നിർണായകമാണ്. ബംഗാളിൽ ക്രമസമാധാന പ്രശ്നങ്ങളും ഒരുപക്ഷെ പ്രതീക്ഷിക്കേണ്ടി വരും നാളെ, അല്ലേ? ഉറപ്പായും അരുൺകുമാർ, ഒരു സംഘർഷഭരിതമായ സാഹചര്യമാണ് ബംഗാളിൽ എന്ന് പറയുന്നതിൽ ഒരു തെറ്റുമില്ല. ഒരു വശത്ത് തൃണമൂൽ കോൺഗ്രസിന്റെ പ്രവർത്തകർ, മറുവശത്ത് BJPയുടെ പ്രവർത്തകർ, ഇരുപക്ഷവും ബലാബലം നേർക്കുനേർ നിന്ന് പല ഘട്ടങ്ങളിലും പോർവിളി മുഴക്കുന്നതാണ് നമ്മൾ കണ്ടത്. അതിന്റെ തുടർച്ചയെന്നോണമാണ് ഫാൾട്ട മണ്ഡലത്തിൽ ഗുരുതരമായ ക്രമക്കേടുകൾ നടന്നു എന്ന് കാട്ടിക്കൊണ്ട് മണ്ഡലത്തിലെ മുഴുവൻ വോട്ടെടുപ്പും റദ്ദാക്കിക്കൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉത്തരവിറക്കിയിരിക്കുന്നത്. 21 തീയതി റീപോളിംഗ് നടത്താനുള്ള തീരുമാനമുണ്ട്. 24 തീയതി വോട്ടെണ്ണുകയും ചെയ്യും. ക്രമക്കേടുകൾ നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ടതാണ്. താമരചിഹ്നം, അത് ഏത് തരത്തിലായാലും താമരചിഹ്നം, ഒരു പാർട്ടിയുടെ ചിഹ്നം എങ്ങനെയാണ് ബാലറ്റിൽ മറച്ചു വെക്കുക എന്ന ചോദ്യമുണ്ട്. അതിന് തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ കൂട്ടുനിന്നു എന്നുള്ളതാണ് BJPയുടെ ആരോപണം. വ്യാജ വോട്ടർ ID ഉപയോഗിച്ച് ആയിരക്കണക്കിന് വോട്ടുകൾ ഈ മണ്ഡലത്തിൽ ചെയ്തു എന്ന കണ്ടെത്തലുമുണ്ട്. ഒപ്പം CCTV ഫുട്ടേജുകൾ പരിശോധിക്കാൻ നോക്കുമ്പോൾ CCTV ഫുട്ടേജുകൾ പലതും നഷ്ടമായിട്ടുണ്ട് എന്നുകൂടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കണ്ടെത്തുകയായിരുന്നു. പോളിംഗ് ബൂത്തിൽ വോട്ടർമാരെ തടയുന്ന സാഹചര്യമുണ്ടായി, പോളിംഗ് സാമഗ്രികൾ ടാപ്പ് ചെയ്യുന്ന സാഹചര്യമുണ്ടായി എന്നിങ്ങനെ റിപ്പോർട്ടിൽ പറയുന്നു. റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആ മണ്ഡലത്തിലാകെ ഒന്നുകൂടി റീപോളിംഗ് ചെയ്യണം എന്ന തീരുമാനത്തിലേക്ക് എത്തിയത്. അങ്ങനെ ഒരു പ്രശ്നം അവിടെ നിലനിൽക്കുന്നു. അതിനൊപ്പം തന്നെ നാളെ വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിൽ വലിയ സുരക്ഷയും ജാഗ്രതയുമുണ്ട്. ഇതിന്റെ കൂടി പശ്ചാത്തലത്തിലാണ് എന്തും സംഭവിക്കാം എന്ന നിലയിലാണ് ബംഗാളിന്റെ സാഹചര്യം. ഒരു വശത്ത് മമതാ ബാനർജി വലിയ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നു. ഇന്നലെ പോളിംഗ് ഏജന്റുമാരായി വെർച്വലായി ഒരു മീറ്റിംഗ് നടത്തിയിരുന്നു. ഓൺലൈൻ യോഗത്തിൽ വലിയ ആത്മവിശ്വാസം മമത പ്രകടിപ്പിക്കുന്നുണ്ട്. 200 സീറ്റിലേറെ നേടി വീണ്ടും അധികാരത്തിൽ താൻ എത്തും എന്നാണ് പോളിംഗ് ഏജന്റുമാരോട് പറഞ്ഞത്. ഒപ്പം വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിൽ പ്രത്യേക ജാഗ്രത വേണം, ഒരു നിമിഷം പോലും ശ്രദ്ധ മാറരുത് എന്നാണ് മമതാ ബാനർജി പോളിംഗ് ഏജന്റുമാർക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം. നടപടികൾ അവസാനിക്കും വരെ വോട്ടെണ്ണൽ കേന്ദ്രത്തിൽ തന്നെ തുടരണം, ഒരു ക്രമക്കേട് പോലും അനുവദിച്ചുകൂടാ എന്നുകൂടി പോളിംഗ് ഏജന്റുമാർക്ക് കർശന നിർദ്ദേശവും ജാഗ്രതാ നിർദ്ദേശവും മമതാ ബാനർജി നൽകിയിരിക്കുന്നു. അതിനിടെ സ്ട്രോങ് റൂമുകളിൽ തൃണമൂൽ കോൺഗ്രസിന്റെ പ്രവർത്തകർ ഹൈജാക്ക് ചെയ്യുകയാണ്, ക്രമക്കേടുകൾ നടത്തുന്നു എന്ന് ആരോപിച്ചുകൊണ്ട് ഇന്നിപ്പോൾ പല സ്ട്രോങ് റൂമുകളുടെയും പുറത്ത് BJPയുടെ പ്രതിഷേധവും സംഘടിപ്പിക്കാനുള്ള തീരുമാനമുണ്ട്. ഏതായാലും ബലാബല പരീക്ഷണമായി ബംഗാൾ മാറുകയാണെന്നുള്ളതാണ് നമ്മൾ കാണുന്ന കാഴ്ച. നാളെ പ്രത്യേകിച്ചും വോട്ടെണ്ണുമ്പോൾ സ്വാഭാവികമായും സംഘർഷഭരിതമായ സാഹചര്യങ്ങൾ പ്രതീക്ഷിക്കുന്നുമുണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷനും കേന്ദ്ര സേനകളും. അതിൽ പലോടാണ് ദില്ലിയിൽ നിന്ന് വിവരങ്ങൾ നൽകുന്നത്. ഫാൾട്ട മണ്ഡലത്തിലെ കൗണ്ടിംഗ് നാളെ ഉണ്ടാവില്ല, പകരം അവിടേക്ക് റീപോളിംഗ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഗുരുതരമായ ക്രമക്കേടുകളാണ് ഫാൾട്ട മണ്ഡലത്തിലെ വോട്ടെടുപ്പിൽ ഇലക്ഷൻ കമ്മീഷൻ കണ്ടെത്തിയിരിക്കുന്നത്.